ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും ചായയുടെ കൂടെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിയുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കുഴച്ചിട്ട് അതിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറോ അഥവാ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു 2-3 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ ഒരു പീസ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ അതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അതിൽ ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ ഫോർക്കിൻ്റെ അറ്റം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇത് അധികം കട്ടിയില്ലാതെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് കഴിക്കാനും നല്ല ടേസ്റ്റ്, നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോർക്കൊന്ന് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് ഇത് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി പീസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക.